വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ചേർന്ന് പാടാം. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നുമാർവീലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. കാൽവറി ക്രൂശിലെ സ്നേഹം എന്നെ വീണ്ടെടുത്ത ദിവ്യ സ്നേഹം. ആ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി എന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. എന്നെ വീണ്ടെടുത്ത സ്നേഹം. ഈ തിരുവചനം ബൈബിൾ ഇത് വീണ്ടെടുപ്പിൻ്റെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. എൻ്റെ ജീവനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ, അതാണ് വീണ്ടെടുപ്പ്. പാപിയായ മനുഷ്യൻ്റെ ജീവനെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അപ്പോസ്തലനായ പത്രോസ് അക്കാര്യം പറയുന്നുണ്ട്. 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന്. യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം, പാപമില്ലാത്ത ക്രിസ്തുവിൻ്റെ രക്തം, നിർദോഷ രക്തം ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. നിഷ്കളങ്ക രക്തം കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. പിന്നെ എങ്ങനെയാണ്? തൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. എബ്രായ ലേഖന കർത്താവ് അത് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. 9-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കർത്താവ് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് തൻ്റെ ക്രൂശിലെ യാഗത്താൽ നമുക്ക് സാധിപ്പിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തു. എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്? വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് റിഡംഷൻ, ദാറ്റ് ഈസ് ബൈ ബാക്ക് ദാറ്റ് ലോസ്റ്റ്, സംതിങ് ലോസ്റ്റ്. എന്തോ നഷ്ടപ്പെട്ടു പോയി മനുഷ്യ ജീവിതത്തിന്. അത് കർത്താവ് മടക്കി തരുന്നതാണ്, നേടിത്തരുന്നതാണ് റിഡംഷൻ. പാപം മൂലം മനുഷ്യജാതിക്ക് വന്ന കനത്ത നഷ്ടം കർത്താവ് വിലയ്ക്ക് വാങ്ങി. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ അന്ന് ദൈവം ആദാമിനെ സൃഷ്ടിച്ചാക്കി. ഏദൻ്റെ സൗഭാഗ്യത്തിൽ മനുഷ്യൻ നിത്യനായ ദൈവത്തിൻ്റെ സംസർഗത്തിൽ സന്തോഷ സമ്പൂർണനായി കഴിഞ്ഞ കാലമായിരുന്നു. ദൈവിക സ്വരൂപത്തിൽ, ദൈവിക സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞതായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വന്നു, പിശാച് കടന്നു വന്നു. അവൻ മനുഷ്യനിൽ മോഹം ജനിപ്പിച്ചു, അവനിൽ പാപം വന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം അവനിൽ കടന്നു. പാപം പിശാചിനിടം കൊടുക്കുന്നതാണ് പാപം. അത് കനത്ത നഷ്ടം മനുഷ്യ ജീവിതത്തിന് വരുത്തുകയാണ്. എന്താണ് കനത്ത നഷ്ടം? പറുദീസ, സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്നേഹവാനായ ദൈവം അന്ന് മനുഷ്യന് വാഗ്ദത്തം കൊടുത്തിരുന്നു. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, സാത്താൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ദൈവീകമായ മുന്നറിവിൽ, ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിൻ്റെ മുന്നറിവിൽ ഏദൻ തോട്ടത്തിൽ മുഴുങ്ങിയതായി വെളിപ്പെടുത്തൽ കാൽവറിയിൽ വെളിപ്പെട്ടു. അതാണ് ക്രൂശിലെ ത്യാഗമരണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമാതാവിനോട് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? എ റെഡീമർ വിൽ കം ആൻഡ് ഡിഫീറ്റ് യുവർ സിൻ ആൻഡ് ഡെത്ത്. നിൻ്റെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു റെഡീമർ, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്ക് വരുമെന്ന്. സ്ത്രീയുടെ സന്തതിയായി പിറന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം 1 യോഹന്നാൻ
3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയും, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കടന്ന മനുഷ്യനെ പാപത്തിൻ്റെ ഉരാക്കുരുക്കിൽ നിന്ന് രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. റിഡംഷൻ എന്നത്, വീണ്ടെടുപ്പ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ വിലയേറിയതാണ്. സങ്കീർത്തനക്കാരൻ 49-ാം സങ്കീർത്തനത്തിൽ പറയും, കോരഹ് പുത്രന്മാർ സങ്കീർത്തനമാണല്ലോ 49-ാം സങ്കീർത്തനം. 7-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ഈ ഭൂമിയിൽ എത്ര വിശുദ്ധനോ എത്ര ഉന്നതനായ വ്യക്തിക്കോ സാധിക്കുന്ന കാര്യമല്ല ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ്. ഒരു പ്രസ്ഥാനത്തിന് കഴിയില്ല, ഒരു സഭയ്ക്ക് കഴിയില്ല, ഒരു ആത്മീയ കൂട്ടായ്മയ്ക്ക് കഴിയുകയില്ല, ഒരു വ്യക്തിക്കും കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആർക്കും കഴിയാത്തതായ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ യാഗത്താൽ സാധിപ്പിച്ചത്. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ദൈവമക്കൾ, ഇന്ന് ജനം ഈ വീണ്ടെടുപ്പിൻ്റെതായ രഹസ്യം, ഈ സത്യം ഗ്രഹിക്കാതെ അനേകർ നിത്യനാശത്തിൻ്റെ ഭീകരത്തിലേക്ക് പോകുന്ന ദാരുണമായ കാഴ്ചയാണ് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്തിലും പ്രത്യേകിച്ച് ആത്മീയമായ പല രംഗങ്ങളിലും കാണുന്ന ഓരോ ശുശ്രൂഷകൾ നാം നോക്കുമ്പോൾ ജനതതി അനേകർ നിത്യമായി അന്ധകാരത്തിലേക്ക് പോകുന്ന അതിദാരുണമായ കാഴ്ച. ഈ കഴിഞ്ഞ ദിവസം പല സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ വാർത്തകളിലൂടെയെല്ലാം നാം കണ്ടു കേട്ടു. ഒരു കുടുംബം, നല്ല സ്നേഹമുള്ള കുടുംബം, അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കൾ, അവരെല്ലാവരും ടൂറ് പോയതാണ്. അവർ ഇങ്ങനെ പോയ സമയത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ടായിരുന്നു. അതിൽ ആദ്യമെല്ലാം ചെറിയ രീതിയിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കുടുംബമായി ആ വെള്ളച്ചാട്ടത്തിൽ നടക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് പോകുകയുണ്ടായി. അല്പസമയം കഴിഞ്ഞു, ഇതാ പെരുവെള്ളം ഇരച്ചിരച്ച് വരികയാണ്. അവർ അന്താളിച്ചു പോയി, ഭയപ്പെട്ടു പോയി. എന്തു ചെയ്യേണ്ടു? കരച്ചിലായി, കണ്ണീരായി. ചുറ്റിലും നിൽക്കുന്നവർ രക്ഷിക്കാൻ അവരെ ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. ആർക്ക് സാധിക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച കണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം വേദന കൊണ്ട് പുളകിയുണ്ടായി. ഏതാനും സമയം കഴിഞ്ഞു, പെരുവെള്ളം ഇരച്ചു വന്നു. ഏതാനും പേർ ആദ്യം ഒഴുകിപ്പോയി. ആ കുടുംബം മൊത്തമായി വെള്ളത്തിലൂടെ ഒഴുകിപ്പെട്ട് താഴ്ചയിലേക്ക് പോകുന്നതായ ദാരുണമായ കാഴ്ച നാം കാണുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ ഒരു കാര്യം അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നതായ വേദന, ഇന്ന് മനുഷ്യജാതി ദൈവം ഒരുക്കിയതായി വീണ്ടെടുപ്പെന്നത് അത്ഭുതമേറിയ സത്യം തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ, അനുഭവിക്കാതെ ജനം നിത്യനരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകുന്ന ദാരുണമായ കാഴ്ചയാണ് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. 49-ാം സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാർ ഇപ്രകാരം പറയുകയാണ്. 6-ാം വാക്യം: അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല 11-ാം വാക്യം: തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപമില്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടമെങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപൈതൽ, ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച ദൈവപൈതൽ, അവന് പ്രത്യാശ ലഭിക്കുകയാണ്. എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം, എന്നെ വീണ്ടെടുത്ത നിത്യനായ ദൈവം, ജീവനുള്ള ദൈവം. യോബ് ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതത്തിൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ യോബ്, അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ദേഹമിങ്ങനെ നശിച്ച ശേഷം
ത്വക്ക് എല്ലാം രോഗം വന്നു, ശരീരമെല്ലാം പുണ്ണുവന്നെല്ലാം ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി. സംഭവം നിങ്ങൾക്കറിയാം. പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, മക്കൾ എല്ലാം നഷ്ടപ്പെട്ടതായ ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ എൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് എൻ്റെ നാഥനെ കാണുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെയാണ്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ പ്രത്യാശയാണ്. ഞാൻ എൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ വീണ്ടെടുപ്പുകാരനെ ക്രിസ്തുവിനെ കാണും. ഞാൻ യേശുവിൻ്റെ പൊന്നുമുഖം കാണും. ഞാൻ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അധമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ പ്രത്യാശയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്, 49-ന്റെ 1-ാം വാക്യം: സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ജനമേ, സുവിശേഷം കൈക്കൊള്ളുവീൻ, ജീവൻ്റെ വചനം കൈക്കൊള്ളുവീൻ. ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവർ മോശയുടെയും പ്രവാചകന്മാരെയും വാക്ക് കേൾക്കാഞ്ഞാൽ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവസാനിപ്പിക്കുകയാണ്. ജനത്തിന് സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ധനവാനായ മനുഷ്യൻ, അന്ന് ഭൂമിയിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സാഹചര്യം എല്ലാം അനുകൂലമായിരുന്നു. എന്നാൽ നേടേണ്ടത് നേടിയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ പലതും ചോദിക്കുന്നുണ്ട്. അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് ആ ലാസറിനെ നയിക്കാമോ ചോദിക്കുന്നുണ്ട്. ആദ്യം പ്രാർത്ഥന നിരസിച്ചപ്പോൾ, എന്നാൽ ദൈവമക്കളെ, ദൈവം ആ പ്രാർത്ഥന നിരസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ നാം വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരണം. യേശുക്രിസ്തു എന്നെ നീതീകരിച്ചതായ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. ഞാൻ യാക്കോബയ സഭയിൽപ്പെട്ട അംഗമാണ്. എൻ്റെ സഹോദരൻ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛനാണ്. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള ചില നടപ്പുണ്ടായിരുന്നു. പിതാവിൻ്റെ മദ്യപാനം, വഴക്കും പിണക്കവുമുള്ള ജീവിതം, കലഹമുള്ള ജീവിതം. എന്നാൽ എൻ്റെ പോക്ക് ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ കൃപയാൽ സ്വർഗത്തിലെ ദൈവം എന്നെ വീണ്ടെടുത്തു, തൻ്റെ മകനാക്കി തീർത്തു എന്നുള്ളതായ സത്യം ഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്തു വലിയ ഭാഗ്യമാണ് കർത്താവ് എനിക്ക് തന്നത്. എനിക്കറിയാം, അന്ന് ഞാൻ വചനം കേട്ടപ്പോൾ മനസ്സിലാക്കി, പാപം പിശാചിൻ്റേതാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയായി തീരുകയാണ്. എന്നാൽ നിത്യനായ ദൈവം തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു, തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു, തൻ്റെ സ്വന്തം മകനാക്കി തീർത്തു. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടുന്നത്, ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം, സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ, ദയതോന്നി എന്നെ തൻ മകനാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. ദയതോന്നി എന്നെ തൻ മകനാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. എനിക്കത് മറക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവർക്ക് നന്ദിയുണ്ട്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പിനോടൊപ്പം ഞാനും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ, എന്നെ വീണ്ടെടുത്ത എൻ്റെ അരിമ മണവാളനായ ക്രിസ്തുവിനെ ഞാൻ ഒരു ദിവസം മുഖാമുഖം കാണും. ഞാൻ എൻ്റെ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണും. ഞാൻ അവൻ്റെ പാദപീഠം മുത്തും. ഞാൻ അവനെ യേശുവിനെ നേരിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ പൊന്നുമുഖം ദർശിച്ചുകൊണ്ട് ഹാലേലൂയ സ്തുതി പാടുന്ന സ്വർഗീയ ഗണത്തോടൊപ്പം ഞാനും ചേർന്ന് ആഘോഷത്തോടെ ദൈവത്തെ ആർത്തുപാടി ദൈവത്തെ സ്തുതിക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. എബ്രായലേഖനം 2-ാം അധ്യായം 14-ാം വാക്യമാണ്.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ. യേശുക്രിസ്തു ചെയ്തത് എന്താണ്? ഈ ഭൂമിയിലേക്ക് താൻ മനുഷ്യനായി അവതരിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുക്രിസ്തുവും അവരെപ്പോലെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തകർക്കുവാൻ തക്കവണ്ണം എന്നെപ്പോലെ ഒരുവനായി ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ കൊന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ യേശുക്രിസ്തു നീക്കി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ എന്താണ് ലോകത്തിന് വെളിപ്പെടുത്തി തന്നത്? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് മരണത്തെ ജയിച്ച ജയവീരനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ യേശു എന്നെ ചേർക്കാൻ വീണ്ടും വരും, എൻ്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ വീണ്ടും വരും എന്നുള്ളതായ പ്രത്യാശ. യേശുക്രിസ്തുവിൻ്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളെല്ലാം കഴുകിത്തന്നു എന്നുള്ളതായ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെല്ലാം കഴുകി എന്നെ നീതീകരിച്ചു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലമുള്ളതായ സൗജന്യ നീതീകരണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്? വേറെ കുറുക്ക് വഴിയില്ല. യേശുക്രിസ്തുവിലുള്ളതായ വീണ്ടെടുപ്പിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെട്ട് നീതിമാനെന്ന മുദ്ര കുത്തി ക്രിസ്തുവിൻ്റെ രക്തത്താൽ അടയാളം പ്രാപിച്ച് മുദ്ര ലഭിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാകും. ഇത് ഞാൻ എങ്ങനെയാണ് പ്രാപിക്കുക? അതാണ് തൊട്ടടുത്ത വാക്യം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ദൈവം നൽകിയതായ ഈ നീതീകരണം ഞാൻ എങ്ങനെ പ്രാപിക്കും? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഗോകുൽത്തായിൽ നിർത്തിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തിയിരിക്കുകയാണ്. ആർക്കും നോക്കാം, ഏത് വ്യക്തിക്കും നോക്കാം, ക്രിസ്തുവിനെ നോക്കാം. അതുകൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ 34 പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ക്രിസ്തുവിലേക്ക് ആരെല്ലാം നോക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പിൻ്റെ ആപ്തവാക്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമുണ്ട്. എബ്രായ ലേഖനം 12:2. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക, യേശുവിനെ തന്നെ നോക്കുക, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിൽ കൂടെ രക്ഷ സ്വന്തമാക്കുക. യേശു നേടിത്തന്നതായ ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ചുകൊണ്ട്, നീതീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനായി ഒരുങ്ങുക, അനേകരെ ഒരുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വളരെ ലളിതമായി പറയാം. ഞാനൊരു ഹീനപാപിയാണെന്ന് നാം വിശ്വസിക്കുക, ഞാനത് അംഗീകരിക്കുക. കർത്താവേ, ഞാൻ എത്രയോ വലിയ പാപിയാണ്. എൻ്റെ ജീവിതം ഏതവസ്ഥയിൽ കഴിയുന്നു? ഇന്നും കോപമുണ്ട്, വാശിയുണ്ട്, പിണക്കമുണ്ട്, ചിലപ്പോൾ മദ്യപാനമുണ്ട്, കുടുംബത്തിൽ കലഹമുണ്ട്, ഭിന്നതയുണ്ട്, എല്ലാമുണ്ട്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ എൻ്റെ പാപത്തോടതായി യാത്ര പറയുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, അവിടുന്ന് ആരാണ്? അവിടുന്ന് മഹാപരിശുദ്ധനായ ദൈവമാണ്. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്ന സ്വർഗീയ ഗണത്തോടൊപ്പം ഞാനും അങ്ങയെ സ്തുതിക്കേണ്ട വ്യക്തിയാണ്. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരെ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും, കർത്താവേ, ഞങ്ങളും നിന്നെ സ്തുതിക്കാൻ കടപ്പെട്ട വ്യക്തികളാണ്. കർത്താവേ, ഞാനും അങ്ങയെ സ്തുതിക്കുകയാണ്. ദൈവമക്കളെ, നാം യേശുവിനെ കാണുക, തിരിച്ചറിയുക. ഞാൻ ആരാണ്? ഞാൻ എത്രമാത്രം അധമഭാവിയാണ്. എന്നാൽ എൻ്റെ യേശുവോ മഹാപരിശുദ്ധനായ ദൈവം, തേജോമയനായ ദൈവം, തേജസ്സിൻ്റെ തേജസ്സായ ദൈവം, സ്വർഗത്തിൻ്റെ ഉടയവനായ ദൈവം. ഈ ദൈവത്തെ ഞാൻ മുഖാമുഖമായി കാണേണ്ട വ്യക്തിയാണ്. കർത്താവേ, ആ യേശു ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്ക രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞല്ലോ, എൻ്റെ പാപത്തിൻ്റെ അവിടുന്ന് പരിഹാരം വരുത്തിയല്ലോ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും. ഈ ഒരു തീരുമാനം നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ, നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടാൽ വീണ്ടെടുപ്പ് നിൻ്റെ ജീവിതത്തിൽ സ്വന്തമായി തീരുകയാണ്. നാം നീതീകരിക്കപ്പെടുകയാണ്. ഒന്ന്, ഞാനൊരു ഹീന പാപിയാണെന്നുള്ള ബോധ്യം, അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട്
എൻ്റെ യേശു ആരാണ്? ഈ മഹാപരിശുദ്ധനായ ദൈവമാണ്. എന്നാൽ ആ യേശു എൻ്റെ എല്ലാ ശിക്ഷയും ഏറ്റു, എൻ്റെ ശാപമേറ്റു, എൻ്റെ രോഗം വഹിച്ചു. എൻ്റെ ശാപത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മേലായി. എന്നാൽ ആ യേശു എനിക്ക് എന്തു ചെയ്തു തന്നു? എന്നെ നീതിമാനായി മുദ്രകുത്തി. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയെല്ലാം യേശുവിൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ കർത്താവ് എന്നെ രക്ഷിച്ചു എന്നുള്ളതായ വിശ്വാസം. ദൈവമക്കളെ, നാം അത് ബുദ്ധിയിലുള്ള വിശ്വാസമല്ല, പ്രവൃത്തിയിലേക്ക് അത് കൊണ്ടുവരിക. പ്രവൃത്തിയിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഞാനത് ഹൃദയപൂർവ്വം അംഗീകരിക്കുക. ക്രൂശിലെ ബലിയെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള എൻ്റെ നടപ്പിൽ നിന്ന് കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങി. കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താൽ യേശു എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിൽ നമുക്ക് വീണ്ടെടുപ്പ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. നാം അത് വിശ്വസിക്കണം. യേശുക്രിസ്തു എന്നെ ദത്തെടുത്തു, തൻ്റെ സ്വന്തം മകനാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുത്തു എന്ന്. ദൈവം നമ്മെ ദത്തെടുത്ത് സ്വന്തമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ യേശുവിൻ്റെ സ്വന്തമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ പാപങ്ങളെല്ലാം വഹിച്ചു. നമ്മെ ക്രൂശിലെ രക്തത്താൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു ഉറപ്പ് യേശുക്രിസ്തു ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെയും കർത്താവ് ഉയർപ്പിച്ചു. സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിൽ ആക്കി വെച്ചു, എന്നെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എന്തൊരു അത്ഭുതമാണ് ദൈവം നടത്തിയത്, നമുക്ക് വേണ്ടി ചെയ്തത്. കർത്താവിന് സ്തോത്രം. ഇതറിയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം ത്രസിക്കും. ക്രിസ്തുവിനുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരും. എൻ്റെ കർത്താവെ, നീ എന്നെ സ്നേഹിച്ച അത്ഭുത സ്നേഹം, കാൽവറി ക്രൂശിലെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത ദിവ്യ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവെ എന്നെ തന്നെ അടിയറ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും നമുക്ക് പറയുവാനില്ല. യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയുവാനില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, യേശുവേ, ഞാൻ ഭാവിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ കടന്നു വന്നു. അവൻ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കുവാനുള്ള യോഗ്യത അവനില്ല. അവന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ യോഗ്യത അവനില്ല. അവനറിയാം, ബോധ്യമായി. അവൻ പറയുകയാണ്, ദൈവമേ, ഭാവിയായ എന്നോട് കരുണ തോന്നണമേ. കരുണയ്ക്കായി യാചിക്കുന്നവനെ നീതീകരിക്കുന്ന വീണ്ടെടുത്ത ദൈവസ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കൃപയാൽ എൻ്റെ 33-ാമത്തെ വയസ്സിൽ എനിക്ക് ലഭിച്ചതായ മഹാവലിയ സൗഭാഗ്യം അതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണ്, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മരിച്ചുപോയ മനുഷ്യൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കും? അതിനുള്ള ഉറപ്പെന്താണ്? ഒരു മനുഷ്യൻ മരിച്ചു, മണ്ണിലായി. ആ മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നാൽ ഉറപ്പെന്താണ്? ഉറപ്പുണ്ട്. അതാണ് ഈ വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. ഒരച്ചാരം, ഒരു അഡ്വാൻസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ് അഡ്വാൻസ്? തൻ്റെ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് അച്ചാരമായി തന്നു, ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിലും, അതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയും, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, പ്രൊവൈഡഡ്. എന്താണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കർത്താവ് നമ്മെ ജീവിപ്പിക്കും. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരായ ഓരോരുത്തരും കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ പറന്നുയരും. കർത്താവിനോട് എപ്പോഴും വസിക്കും. എത്ര സൗഭാഗ്യകരമായ സന്തോഷകരമായ വാർത്തയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയിലെ അല്പായുസ്സുള്ള മനുഷ്യൻ ഞാനും നിങ്ങൾ നേടിയെടുക്കേണ്ടത് എന്താണ്? കർത്താവെ, ഒരു ചെറിയൊരായുഷ്കാലം യേശുവെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരും. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമുക്കറിയാം. അന്ന് മിസ്രൈമിൽ വലിയൊരു കൂട്ടക്കരച്ചിലായിരുന്നു. മിസ്രൈമിലെ കടിഞ്ഞൂലെല്ലാം ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. സംഹാരകൻ വന്നു ആ കടിഞ്ഞൂലുകളെയെല്ലാം കൊന്നുകളഞ്ഞു. എന്നാൽ ഇസ്രായേൽ പാളയത്തിലേക്ക് നാം നോക്കുമ്പോൾ അടയാളമുള്ള ഒരു ഭവനത്തിലേക്കും ആ സംഹാരകൻ കടന്നില്ല. എന്തടയാളം? കുഞ്ഞാടിൻ്റെ രക്തത്താൽ അടയാളം പ്രാപിച്ച കുടുംബങ്ങളെ സംഹാരകൻ കടന്നുപോയി. നാം പാടുന്നുണ്ട്, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ അന്യനല്ല, കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താൽ അടയാളം പ്രാപിച്ച ഒരു വിശുദ്ധ ജനക്കൂട്ടം. ദൈവമക്കളെ, അന്ന് കർത്താവിന് വരവെങ്കിൽ രണ്ടായിട്ട് തിരിയും. ഒന്ന്, ഒരു കൂട്ട നിലവിളിയോടെ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരായ വിശുദ്ധ വഴിയിലൂടെ ജീവിക്കുന്ന വിശുദ്ധന്മാർ അന്ന് കർത്താവിനെ എതിരേൽക്കുന്ന സ്വർഗീയ തേജസ്സിലേക്ക് പറന്നു വരും. അന്ന് ആനന്ദത്തിൻ്റെ സ്തുതിയാണ്. അന്ന് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആരാധന ഉയരുകയാണ്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഒരശുദ്ധനും കടക്കാത്തതായ ആ വീണ്ടെടുക്കപ്പെട്ടതായ ജനം നടക്കുന്ന വഴിയിൽ കൂടെ ഈ ഭൂമിയിലൂടെ നാം ജീവിക്കണം. പാപത്തോട് യാത്ര പറയണം. അശുദ്ധിയോടും ദുർമാർഗത്തോട് യാത്ര പറയണം. ദൈവമക്കളെ, എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇന്ന് ജീവിതം ക്രിസ്തുവിന് കരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവെ, ആ വീണ്ടെടുപ്പിൻ്റെ ശക്തി ഇന്ന് എനിക്ക് അനുഭവിപ്പാൻ കർത്താവെ എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ പദ്ധതിയിൽ എന്നെയും കർത്താവ് ഉൾപ്പെടുത്തിയല്ലോ. ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നെ സ്നേഹിച്ച ഗോകുൽത്തായിലെ സ്നേഹമേ, ആ സ്നേഹത്തിനു മുമ്പിൽ എന്നെ തന്നെ അടിയറ വയ്ക്കുകയാണ്. പ്രാർത്ഥിക്കാം. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ വീണ്ടെടുത്ത, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ക്രിസ്തുവിന് കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ വീണ്ടെടുത്തു. അവിടുത്തെ വലിയ രക്തം എനിക്ക് വേണ്ടി ചിന്തി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, രക്തത്താൽ എൻ്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളെല്ലാം കഴുകി കർത്താവെ എന്നെ വിശുദ്ധീകരിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. എല്ലാ മടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. സ്തോത്രം.